ഹെർണിയ അല്ലെങ്കിൽ കുടലിറക്കം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് മിക്കവാറും വരുന്ന പേഷ്യൻസിന് കാണുന്ന ഒരു കാര്യങ്ങളാണ്. ഇത് ആർക്കാണ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഹെർണിയ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഹെർണിയ എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് തൊട്ടും അഡൽട്ട്സിനും പ്രായമുള്ളവർക്കും എല്ലാം വരാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചു പിള്ളേരിലാണെങ്കിൽ ഇപ്പോൾ ആൺകുട്ടികളിൽ വൃഷ്ണസഞ്ചിയിലേക്ക് വൃഷ്ണം ഇറങ്ങുന്ന സ്ഥലത്ത് ചെറിയൊരു വീക്ക്നെസ് കിടന്നിട്ട് അത് തന്നെത്താൻ അടഞ്ഞു പോകാണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഹെർണിയ വരും. അതിനെ കൺജനിറ്റൽ ഹെർണിയ എന്ന് പറയും. അഡൽട്ട്സിനാണെങ്കിൽ നമുക്കിപ്പം ടീനേജ് ഗ്രൂപ്പ് അവർ ഈ ജിമ്മൊക്കെ പോകുമ്പം ചിലർ ഓവറായിട്ട് വെയിറ്റ് എടുക്കുമ്പോൾ അവർക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതുവഴി മസിൽ വീക്ക്നെസ്സിലൂടെ അത് വെളിയിലോട്ട് വരാം. ചില ടീനേജ് ആൾക്കാർക്ക് ഈ ഓൾറെഡി അടഞ്ഞു പോയ ഏരിയ തന്നെ തിരിച്ച് ചിലപ്പോൾ തുറന്നു വരാനും ഹെർണിയായിട്ട് ഫോം ചെയ്യാനും ചാൻസ് ഉണ്ട്. പ്രായമായിട്ടുള്ളവർക്ക് മോസ്റ്റ്ലി എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ അവർ എടുത്ത ഭാരമൊക്കെ എടുത്തതിൻ്റെ വെയിറ്റൊക്കെ എടുത്തതിൻ്റെ ഇത് മൂലം മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ്, സ്മോക്കിങ് കാരണം മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ്, അല്ലെ ഒബീസിറ്റി കാരണം മസിൽസിനുണ്ടാകുന്ന വീക്ക്നെസ് കൊണ്ട് ഈ കുടൽ ആ ഒരു പോർഷനിലൂടെ താഴോട്ട് ഇറങ്ങുന്നതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഈ ഹെർണിയ തന്നെ പല രീതികളിലുള്ള ഹെർണിയ ഉണ്ട്. നമുക്കിപ്പോൾ പൊക്കിൾ കൊടിയുടെ അവിടെ വരുന്നതിന് അംബിലിക്കൽ ഹെർണിയ, നമുക്ക് സൈഡിൽ മാറി വരുന്നതിന് വെൻട്രൽ ഹെർണിയാസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ ഹെർണിയാസ് അങ്ങനെയൊക്കെ പറയും. പിന്നെ ഉള്ളത് ഗ്രോയിൻ ഏരിയയിൽ വരുന്ന ഇൻഗ്യൂനൽ ഹെർണിയാസ്, പിന്നെ സ്പൈജിലിയൻ ഹെർണിയാസ്, ഫെമറൽ ഹെർണിയാസ്, അങ്ങനെ പലതരം ഹെർണിയാസ് ഉണ്ട്.